Hello everyone, this is Munna Sadiq and welcome back to my channel. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. റേഷൻ കിറ്റിൽ കിട്ടുന്ന ഉണക്കലരി വെച്ചാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നത്. ഉണക്കലരി വെച്ചിട്ട് പല ടൈപ്പിൽ പായസം തയ്യാറാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഉണക്കലരി നിങ്ങൾ പിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല. കാണുമ്പോൾ ഒരു അടപ്രഥമന്റെ ലുക്കൊക്കെ തോന്നും. പക്ഷെ കഴിച്ച് നോക്കുകയാണെങ്കിൽ പ്രഥമനേക്കാളും സ്വാദാണ് ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് റേഷൻ കിറ്റിൽ കിട്ടുന്ന ഉണക്കലരി. അപ്പോൾ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇത് നന്നായി കഴുകിയിട്ട് കുക്കറിൽ ഒരു 5-6 വിസിലിൽ വേവിച്ചെടുക്കണം. ഈ അരിക്ക് നല്ല വേവുണ്ട്, അപ്പോൾ 5 വിസിൽ എന്തായാലും വേണ്ടി വരും. ഇനി റൈസ് വേവിച്ചെടുക്കാൻ ഞാൻ വെള്ളമല്ല പശുവും പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് പശുവും പാൽ ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 വിസിലിൽ വേവിച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പായസത്തിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു മിക്സ് തയ്യാറാക്കാം. വേറെ ഒന്നുമല്ല, ഒരു ബൗളിൽ 5 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പശുവും പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ മതി. അടുത്തതായിട്ട് ശർക്കര പാനിക്കൂട്ടി തയ്യാറാക്കാം. 3 ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് അലിപ്പിച്ചെടുക്കാം. കുക്കറിൽ റൈസ് വേവുന്ന സമയം കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പായസം അടുപ്പിൽ വെച്ച സമയത്ത് നമ്മൾ മറ്റേ സൈഡിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം അടി പിടിക്കാനും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് മാറി നിന്ന് കഴിഞ്ഞാൽ കട്ട കുത്താനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്നും കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള അണ്ടിയും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൈസും നന്നായി വന്നിട്ടുണ്ട്. 5 വിസിലാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി പായസം തയ്യാറാക്കാം. വേവിച്ച റൈസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം ശർക്കര പാനിയാണ് ചേർക്കുന്നത്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ തിള വരും. ഈ ഒരു സമയത്താണ് പാല് ചേർക്കേണ്ടത്. ഞാനിവിടെ പശുവും പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിലും ഈ ഒരു പായസം തയ്യാറാക്കാം. അപ്പോൾ ഇതാ പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാൽപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഫൈനലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2-3 തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ.